ചെൽസി പരിശീലകൻ സാബി അലോൺസോ അവസാനം നടത്തിയ 2 സൈനിങ്ങുകൾ ട്രാൻസ്ഫർ ചർച്ചകളിൽ ചൂടേറിയ വിഷയമായി മാറിയിരിക്കുകയാണ്. ആദ്യത്തെ സൈനിങ് ബ്രൈറ്റണിൽ നിന്നും 35-കാരനായ സ്ട്രൈക്കർ ഡാനി വെൽബെക്ക്. രണ്ടാമത് ബ്രെൻറ്റ്ഫോർഡിൽ നിന്ന് 36 വയസ്സുകാരനായ മിഡ്ഫീൽഡർ ജോർദാൻ ഹെൻഡേഴ്സൺ. കഴിഞ്ഞ സീസണിൽ 13 ഗോളുകളും 1 അസിസ്റ്റും നേടി മികച്ച ഫോമിലുള്ള ഡാനി വെൽബെക്കിൻ്റെ വരവ് ചെൽസിയുടെ മുന്നേറ്റ നിരയ്ക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ്. നിലവിലെ യുവ സ്ട്രൈക്കർമാർക്ക് ആത്മവിശ്വാസം പകരുവാനും അവരെ കൂടുതൽ മെച്ചപ്പെടുത്തുവാനും വെൽബെക്കിൻ്റെ പരിചയസമ്പത്ത് സഹായകരമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അയാളുടെ വരവ് ആരാധകർക്കിടയിൽ അധികം ചർച്ചയായില്ല. പിന്നീടാണ് മധ്യനിരയിൽ ജോർദാൻ ഹെൻഡേഴ്സണിനെ കൊണ്ടുവരുന്നത്. അവിടെയാണ് ചർച്ചകൾക്ക് ചൂട് പിടിച്ചതും. ബയർ ലെവർകൂസനെ തോൽവി അറിയാതെ ബുണ്ടസ്ലീഗ ചാമ്പ്യന്മാരാക്കി ചരിത്രം കുറിച്ച സാബി അലോൺസോയുടെ തന്ത്രങ്ങളിൽ ഏറ്റവും നിർണായകമായ കണ്ണിയായിരുന്നു സ്വിസ് മിഡ്ഫീൽഡർ ഗ്രാനിറ്റ് സാക്ക. ഇപ്പോൾ ചെൽസിയുടെ പരിശീലകനായ സാബി അലോൺസോ വെറ്ററൻ താരം ജോർദാൻ ഹെൻഡേഴ്സണിനെ ടീമിലെത്തിക്കുവാനുള്ള താൽപ്പര്യത്തിന് പിന്നിലും ലെവർകൂസണിലെ ഈ സാക്ക മോഡൽ തന്ത്രം തന്നെയാണുള്ളതെന്ന് കരുതപ്പെടുന്നു. അങ്ങനെ കരുതാനും ചില കാരണങ്ങളുണ്ട്. സാബി അലോൺസോയുടെ ലെവർകൂസനിൽ ഒരു ഓൺ ഫീൽഡ് കോച്ചായിരുന്നു ഗ്രാനിറ്റ് സാക്ക. ടീമിൻ്റെ ആക്രമണത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും താളം നിയന്ത്രിച്ചത് സാക്കയായിരുന്നു. ബാക്ക് ലൈനിൽ നിന്ന് പന്ത് സ്വീകരിച്ച് വിങ് ബാക്കുകൾക്കും മുന്നേറ്റ നിരയ്ക്കും കൃത്യമായി എത്തിച്ചു നൽകുന്നതിൽ സാക്ക കാണിച്ച കൃത്യത അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അന്ന് ഫ്ലോറിയൻ വിർട്സ്, ജെർമി ഫ്രിംപോം തുടങ്ങിയ യുവതാരങ്ങൾ നിറഞ്ഞ ലെവർകൂസൻ നിരയിൽ അനുഭവ സമ്പത്തിൻ്റെ കരുത്ത് നൽകിയത് ഗ്രാനിറ്റ് സാക്കയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ടീമിന് ശാന്തതയും ആത്മവിശ്വാസവും നൽകാൻ സാക്കയ്ക്ക് കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ സാബി അലോൺസോ മൈതാനത്തിന് പുറത്ത് തയ്യാറാക്കിയ തന്ത്രങ്ങൾ ഗ്രൗണ്ടിൽ ഹൃദയമിടിപ്പ് പോലെ നടപ്പിലാക്കിയ താരമായിരുന്നു ഗ്രാനിറ്റ് സാക്ക. ഇനി ചെൽസിയിലേക്ക് നോക്കൂ. പരിശീലകനായി ചുമതലയേറ്റ ശേഷം സാബി അലോൺസോ ആദ്യം സൈൻ ചെയ്യാൻ ശ്രമിച്ചത് തൻ്റെ പഴയ വിശ്വസ്തനായ ഗ്രാനിറ്റ് സാക്കയെ തന്നെയായിരുന്നു. എന്നാൽ ആ ശ്രമം വിജയിച്ചില്ല. നിലവിലെ ചെൽസി ടീം പ്രതിഭയുള്ള ധാരാളം യുവതാരങ്ങളാൽ സമ്പന്നമാണ്. എന്നാൽ ഡ്രസ്സിംഗ് റൂമിലും ഗ്രൗണ്ടിലും കാര്യങ്ങൾ നിയന്ത്രിക്കുവാനും വഴികാട്ടുവാനും കഴിവുള്ള ഒരു വെറ്ററൻ ലീഡർ അവർക്കിടയിലില്ല. ഗ്രാനിറ്റ് സാക്കയെ ലഭിക്കാതായതോടെയാണ് സാബി അലോൺസോ 36-കാരനായ മുൻ ലിവർപൂൾ ക്യാപ്റ്റൻ ജോർദാൻ ഹെൻഡേഴ്സണിലേക്ക് തിരിയുന്നത്. ലിവർപൂളിനെ പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും വിജയത്തിലേക്ക് നയിച്ച ഹെൻഡേഴ്സണിൻ്റെ അനുഭവ സമ്പത്ത് ചെൽസിയുടെ യുവ മധ്യനിരയ്ക്ക് വലിയ കരുത്താകുമെന്ന് സാബി കരുതുന്നുണ്ടാകാം. ലെവർകൂസനിൽ യുവതാരങ്ങളെ നയിക്കാൻ ഗ്രാനിറ്റ് സാക്കയെ സാബി എങ്ങനെയാണ് ഉപയോഗിച്ചത്, അതേ റോൾ തന്നെയാണ് ചെൽസിയിൽ ഹെൻഡേഴ്സണിലൂടെ അയാൾ ലക്ഷ്യമിടുന്നതും.